കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് LGBTQ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി വിശദീകരിച്ചുകൊണ്ട് ഈ ചാനൽ ഞാനൊരു വീഡിയോ ചെയ്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരെയായിട്ടുള്ള ദുഷ്പ്രചരണങ്ങളാണ്. അവരെ അധിക്ഷേപിച്ചുകൊണ്ട്, വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ഒരുപാട് ട്രോളുകളും കമൻറ്റുകളും ഒക്കെ ഞാൻ കണ്ടു. കുറേയധികം ആളുകൾ എനിക്കത് പങ്കുവെക്കുകയും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ പുതിയ സീസൺ ആരംഭിച്ചതാണ്. പുതിയ സീസണിൽ 2 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ആദില, നൂറ എന്നാണ് അവരുടെ പേര്. അവർ നേരത്തെ തന്നെ പൊതുസമക്ഷത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ആളുകളാണ്. വലിയ രീതിയിലുള്ള വിവാദങ്ങളും പോലീസ് കേസുകളും ഒക്കെ ഉണ്ടായതാണ്. നിങ്ങൾക്കതിനെക്കുറിച്ചൊക്കെ അറിയാമെന്ന് എനിക്ക് ധാരണയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ LGBTQ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത്. സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പ് ഒഴിവാക്കുക, ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവബോധത്തിലൂടെ കൂടുതൽ ആളുകളെ അവരിലേക്ക് എത്തിക്കുക, അവരെ സ്നേഹിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു കൺസിഡറേഷൻ കൊടുക്കുക. അറ്റ്ലീസ്റ്റ് അവരെ വെറുക്കാതിരിക്കുക, അവരെ അധിക്ഷേപിക്കാതിരിക്കുക, അവരും നമ്മളെപ്പോലെ തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരാണെന്ന് അംഗീകരിക്കുക. ആ ഒരു തലത്തിലേക്ക് പരമാവധി ആളുകളെ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഒരു വ്യക്തി എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ്, അത് വളരെ പഴക്കം ചെന്നിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്ന് വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഞാൻ കാണാം, ഒപ്പം നിങ്ങൾക്കും ഞാനത് ഷെയർ ചെയ്യാം. ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നത് ഹോമോസെക്ഷുവാലിറ്റി ജെനറ്റിക് ആണ്. അതായത് ജീനിൽ തന്നെ ഹോമോസെക്ഷുവാലിറ്റിയുടെ മാർക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചില ജീനുകളിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും എന്നുള്ള ഒരു പഠനം ആണ് അദ്ദേഹം ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ കേൾക്കാം. 1993 ഡീം ഹാമർ എന്ന ഗവേഷകൻ നടത്തിയ ഒരു ഗവേഷണത്തിലൂടെ ഒരു വ്യക്തിയുടെ X ക്രോമസോമിൽ അടങ്ങിയിരിക്കുന്ന XQ28 ആ വ്യക്തിയെ ഗേ ആക്കുന്നതിൽ വലിയ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ 1993 ഒരു പഠനമാണ് അദ്ദേഹം ഉദ്ധരിച്ച സയൻസ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഡീൻ ഹോമർ ആണ് നടത്തിയിട്ടുള്ളത്. അതിൽ പറഞ്ഞത് XQ28 എന്നുള്ള ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീൻ ഉണ്ട് എന്നുള്ളതാണ്. എക്സിന്റെ Q8 അതുണ്ട് എന്നുള്ളതാണ്, അതിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് 1993 നടന്നിട്ടുള്ള പഠനമാണ്. പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരിക്കലും വളരെ ബോധപൂർവം പിന്നെ അബദ്ധം കാണിച്ചു അല്ലെങ്കിൽ തട്ടിപ്പ് കാണിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 93 ഈ സ്റ്റഡീസ് പിന്നീടുള്ള സ്റ്റഡീസ് കൊണ്ട് തള്ളിപ്പോയിട്ടുണ്ട്. 93 സ്റ്റഡീസാണ് സുഹൃത്ത് ഉദ്ധരിച്ചെന്നുണ്ടെങ്കിൽ 1993 സയൻസ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ചതാണ് സുഹൃത്ത് ഉദ്ധരിച്ചെന്നുണ്ടെങ്കിൽ 1999 ഇതേ സയൻസ് ജേണലിൽ തന്നെ, സയൻസ് മാഗസിനിൽ തന്നെ നമുക്ക് മറ്റൊരു പഠനം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം. അതിന് ഓരോന്നിന്റെ പഠനത്തിന്റെ റെഫറൻസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. മെയിൽസ് ഹോമോസെക്ഷുവാലിറ്റി ആബ്സെൻസ് ഓഫ് ലിങ്കേജ് ടു മൈക്രോ സാറ്റലൈറ്റ് മാർക്കേഴ്സ് അറ്റ് XQ28 എന്ന് പറഞ്ഞുള്ള പഠനം 1999 ആണ്. ഏപ്രിൽ 23 സയൻസിലാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പം 93 പഠനം 99 പഠനം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അതിനുശേഷം അതിന്റെ ഫോളോ അപ്പ് സ്റ്റഡീസ് ആയിക്കൊണ്ട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. 99 തന്നെ ജെയം ബെയ്ലി അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ നടത്തിയിട്ടുള്ള പഠനം, അതേപോലെ തന്നെ 2000 മക്നൈറ്റും അതുപോലെ തന്നെ മാൽക്കോമും നടത്തിയിട്ടുള്ള പഠനം, ഇതിലൊക്കെ ഇത്തരത്തിലുള്ള XQ28 ലിങ്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഇല്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 2019 ആണ് MIT വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഈ ഹോമോസെക്ഷുവാലിറ്റിയും ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം, വളരെ ഹ്യൂജ് ആയ സ്റ്റഡി നടന്നിട്ടുള്ളത്. അതിലും വളരെ എല്ലാവർക്കും നമുക്ക് അറിയുന്നത് പോലെ ദർ ഇസ് നോ സിംഗിൾ ഗേ ജീൻ എന്നുള്ള പേരിൽ നമ്മളെല്ലാവരും വളരെയധികം വായിച്ചിട്ടുള്ള ഒരു വാർത്തയാണത്. അതിലും ഇത്തരത്തിലുള്ള XQ28 ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരം ലിങ്കേജിനെ നിഷേധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അദ്ദേഹം അവസാനം കാണിച്ച ആ ന്യൂസ് നമുക്കൊന്ന് പരിശോധിക്കാം. ആ ന്യൂസ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം നിങ്ങൾക്കവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ചില വാചകങ്ങൾ, ചില ഫാക്റ്റുകൾ കാണാൻ സാധിക്കും. ഒരു വ്യക്തി ഹോമോസെക്ഷൽ ആകുന്നത് ഒരൊറ്റ ജീനിൻ്റെ അടിസ്ഥാനത്തിലല്ല, അനവധി ജീനുകളുടെ അല്ലെങ്കിൽ പോളിജീനിൻ്റെ ഒരു സാന്നിധ്യം കാരണമാണ്, അല്ലെങ്കിൽ അവയെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നത് കാരണമാണെന്നാണ് ഈ ശാസ്ത്ര പഠനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പല സ്വഭാവങ്ങളും ഇത്തരത്തിൽ പോളിജീനിക്കായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഉയരം അതിലൊരു ഫാക്ടറായിട്ട്, ഉദാഹരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇനിയും ഈ ഒരു വ്യക്തി എടുത്തിരിക്കുന്ന എൻ്റെ വീഡിയോയുടെ പോർഷന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിരുന്ന വാചകങ്ങൾ കൂടി നിങ്ങളൊന്നുകൂടെ കാണുക. ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് ഞാനിവിടെ പ്ലേസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ ഫുൾ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. അതും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പരിശോധിക്കാവുന്നതാണ്. അതായത് ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടൊന്നുമല്ല. ഓൾറെഡി ഞാൻ യൂട്യൂബിൽ അദ്ദേഹം ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ വീഡിയോയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക.
LGBTQ വിഭാഗത്തെ തള്ളിപ്പറയുന്ന ആളുകൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഗേ ജീനുകളുടെ അഭാവമാണ്, അല്ലെങ്കിൽ ശാസ്ത്രം ഇന്നുവരെ ഗേ ജീനുകളെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഒരു പോയിന്റാണ്. ശരിക്കും ഒരു വ്യക്തി ഒരു ഗേ ആകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ ആകണമെങ്കിൽ ആ വ്യക്തിക്ക് ഗേ ജീനിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ ഫീച്ചറുകളും ഒരൊറ്റ ജീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല പ്രവർത്തിക്കുന്നത്. അനേകം ജീനുകളുടെ ഒരു കോമ്പിനേഷൻ്റെ പ്രവർത്തനം കാരണമാണ് ഓരോ ഫീച്ചറുകളും ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണിൻ്റെ നിറം, നമ്മുടെ ശരീരത്തിൻ്റെ ഉയരം, ഇതൊക്കെ ഒന്നിലധികം ജീനുകളുടെ പ്രവർത്തനം കാരണം ഉണ്ടാകുന്നതാണ്. ഒരു വ്യക്തി ഗേ ആകുന്നത് അല്ലെങ്കിൽ ലെസ്ബിയൻ ആകുന്നത് ഒന്നിലധികം ജീനുകളുടെ പ്രവർത്തനം കാരണമാണ്. MIT നടത്തിയിട്ടുള്ള ആ ശാസ്ത്ര പഠനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം, അതേ ഉദാഹരണ സഹിതമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഉയരത്തിൻ്റെ കാര്യം ഞാൻ അതേപടി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ജീനിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഗേ ജീൻ എന്ന് പറയുന്ന ഒരു ജീനിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ള വ്യക്തി കൃത്യമായിട്ട് ആ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് കാണാതെ ഒരിക്കലും അദ്ദേഹത്തിന് നേരിട്ട് ഞാൻ ഈ XQ28 കുറിച്ചിരിക്കുന്ന പോർഷനിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അതിന് മുമ്പുള്ള പോർഷൻ അദ്ദേഹം കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ബോധപൂർവമാണ് ആ പോർഷൻ അദ്ദേഹം കാണിക്കാതിരുന്നത്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, MITയുടെ ആ പഠനം അദ്ദേഹം പലകുറി വായിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് തന്നെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്, ഞാൻ MITയുടെ പഠനം എൻ്റെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന അതേ ഉദാഹരണ സഹിതം, ഉയരം എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം. ഈ ഒരു പഠനം വായിക്കാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ആ MITയുടെ പഠനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഉദാഹരണ സഹിതം പറയാൻ സാധിക്കില്ല. ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് കൊടുത്തിരിക്കുന്നതും അദ്ദേഹം സ്ക്രീൻഷോട്ടായിട്ട് കൊടുത്തിരിക്കുന്നതും ഓൺലൈൻ മീഡിയയിൽ വന്നിരിക്കുന്ന ആ ശാസ്ത്ര പ്രബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. യഥാർത്ഥ ശാസ്ത്ര പ്രബന്ധവും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് യഥാർത്ഥ ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ സ്ക്രീൻഷോട്ട്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിച്ച് നോക്കാം. ഈ ഒരു പോർഷനിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഒന്ന് നോക്കുക. ഇതിലും പോളിജീനിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനേകം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകുന്നത് പോലെ തന്നെ, അതായത് അനേകം സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ അനേകം ജീനുകളുടെ കോമ്പിനേഷൻ കാരണമാണ് ഹെട്രോസെക്ഷലും ഹോമോസെക്ഷലും ഉണ്ടാകുന്നത്. XQ28 എന്ന് പറയുന്നത് ഒരൊറ്റ ജീനല്ല, അത് 100ഓളം വരുന്ന ജീനുകളുടെ ഒരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷനെ കുറിച്ചാണ് ഈ പഠനത്തിലൂടെ പറയുന്നത്. പിന്നെ ഞാൻ വളരെ പഴക്കം ചെന്നിട്ടുള്ള പഠനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1991 പഠനം മാത്രമല്ല, ഈ MITയിലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സെയിം പഠനം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന സെയിം വാചകങ്ങൾ തന്നെ സെയിം ഉദാഹരണ സഹിതമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിനുപരിയായി ഈ 1991 പഠനം പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ, നമ്മുടെ സെക്ഷുവാലിറ്റിക്ക് ജീനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന, അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റിക്ക് ജീനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആദ്യകാല പഠനങ്ങൾ ഒന്നാണ് ഈ 91 നടന്നിരിക്കുന്നത്. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് പൂർണ്ണമായിട്ടും ശാസ്ത്രം എഴുതി തള്ളിയിട്ടില്ലെന്ന് 2021 നടത്തിയിട്ടുള്ള ഒരു പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് MITയിലെ പഠനം കഴിഞ്ഞ് 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 2021 1990കളിൽ നടത്തിയിട്ടുള്ള പഠനം ശരിവെക്കുന്ന ഒരു കണ്ടെത്തൽ അവർ നടത്തിയിട്ടുണ്ട്. അവർ അതൊരു മെറ്റാ അനലിറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലൂടെയാണ് നടത്തിയിരിക്കുന്നത്. മെറ്റാ അനലിറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത് റിസർച്ച് ഓൺ എ റിസർച്ച് എന്നാണ്. അതായത് ഓൾറെഡി നടത്തിയിട്ടുള്ള ഒരു ഗവേഷണം, അതിൻ്റെ ഡേറ്റ, ആ ഡേറ്റകളുടെ തന്നെ അടിസ്ഥാനത്തിൽ അതിനു മുകളിൽ വളരെ റിഗറസ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പഠനമാണ്, ഒരു അനാലിസിസ് ആണ്. ഇത്തരത്തിൽ പഠനങ്ങൾ എക്സ്ക്ലൂസീവ്ലി മെറ്റാ അനാലിസിസ് ആയിട്ട് മാത്രമല്ല, പുതിയതായിട്ടുള്ള ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡലുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും ഇത്തരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പബ്ലിഷ് ചെയ്തു വന്നിരുന്ന എൻ്റെ ആസ്ട്രോഫിസിക്സിലെ ശാസ്ത്ര പ്രബന്ധത്തിൽ എൻ്റെ മോഡലിനെ കമ്പയർ ചെയ്യാനായിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല മെത്തേഡുകളും ഞാൻ എടുത്തിരുന്നു. അതിൽ 10-15ഓളം വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പഠനങ്ങളുമായിട്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഞാൻ നടത്തിയിട്ടുണ്ട്. ഇത് ശാസ്ത്രീയമായിട്ട് നടത്തുന്ന ഒരു മെത്തഡോളജിയാണ്, പഠന രീതിയാണ്. ഇത്തരത്തിൽ അനവധി പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സയൻറ്റിഫിക് ഡൊമൈനിൽ, സയൻറ്റിഫിക് റിയൽമിൽ ഇതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. 2021 പഠനം സൂചിപ്പിക്കുന്നത് XQ28 അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ജീനുകൾക്ക് ഒരു വ്യക്തിയുടെ ഹോമോസെക്ഷുവാലിറ്റിയുമായിട്ട് വലിയ രീതിയിലുള്ള ജനിതകമായിട്ടുള്ള ബന്ധമുണ്ടെന്നാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക. എൻ്റെ വീഡിയോയ്ക്കെതിരെ സംസാരിച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. MITയിലെ പഠനം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും MITയിലെ പഠനം എന്താണെന്നുമുള്ള ധാരണയുണ്ട്.
ആ പഠനം അനുസരിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. ഹോമോസെക്ഷുവാലിറ്റി അത് ഒരു മനസ്സിൻ്റെ തോന്നലൊന്നുമല്ല. ഹെട്രോസെക്ഷുവാലിറ്റി പോലെ തന്നെയാണ് ഹോമോസെക്ഷുവാലിറ്റി. ഹെട്രോസെക്ഷലായിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഹോമോസെക്ഷലായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റുക എന്ന് പറയുന്നത് അത് വളരെ നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അയാളെ ക്രൂരമായിട്ട് മർദ്ദിച്ച് ബലപ്രയോഗത്തിലൂടെയൊക്കെ ഒരു ഹോമോസെക്ഷുവൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആക്കാനായിട്ട് ശ്രമിക്കുന്നത് തന്നെ ശരിക്കും ബാലിശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നേരെ തിരിച്ചും ആപ്ലിക്കബിളാണ്. ഹോമോസെക്ഷലായിട്ടുള്ളൊരു വ്യക്തിയെ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് വിടുകയാണ് ചെയ്യേണ്ടത്. ആ വ്യക്തിയെ ബലപ്രയോഗത്തിലൂടെ ഹെട്രോസെക്ഷലായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് വിവാഹം ചെയ്യിപ്പിക്കുന്നത് അത് ആ രണ്ട് വ്യക്തികളോടും ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഹോമോസെക്ഷലായിട്ടുള്ള ആളുകളെയും ഹെട്രോസെക്ഷലായിട്ടുള്ള ആളുകളെയും നമ്മൾ ഒരുപോലെ തന്നെ പരിഗണിക്കണം. അവരും നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ്. അവർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ചില ആളുകളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ മകളെ അങ്ങനെ കെട്ടിച്ചു വിടുമോ എന്നൊക്കെ. എൻ്റെ മകളെ ഞാൻ കെട്ടിച്ചു വിടേണ്ട ആവശ്യമില്ല. എൻ്റെ മകൾക്ക് അത്തരത്തിൽ സ്വയം ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പക്വതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. എൻ്റെ കുട്ടികൾ കൊച്ചു കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് നല്ല പക്വതയോടുകൂടി ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അവരുടെ സ്വന്തം സ്വത്വം എന്താണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കാനും ആ ജീവിത ശൈലി അവരുടെ ആ ജീവിത രീതിയോടൊപ്പം അവർക്ക് പങ്കാളിയാക്കി കൂട്ടാൻ സാധിക്കുന്ന ആളുകളെ ഒപ്പം കൂട്ടാനും ഒക്കെയുള്ള സ്വയം പര്യാപ്തതയിലേക്ക് അവരെ എത്തിക്കുകയാണ് എൻ്റെ ഡ്യൂട്ടി. അതുമാത്രമാണ് ഞാൻ ചെയ്യുക. പിന്നീട് അവർക്ക് സുഖകരമായിട്ട് അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ജീവിക്കാം. അതിനു വേണ്ട സപ്പോർട്ടുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അവർക്ക് സാമ്പത്തികമായിട്ടോ അല്ലാതെയോ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും എൻ്റെ ജീവിത രീതിയോ എൻ്റെ കാഴ്ചപ്പാടോ ഞാൻ ആർക്കുമേലും അടിച്ചേൽപ്പിക്കുകയില്ല. പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ അവരുടെ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ അവർക്ക് കൊടുക്കുന്നതാണ്. അവർക്ക് ആ പരിശീലനം കിട്ടുന്നുണ്ടെന്നും അവർ മികച്ച പൗരന്മാരായിട്ട് വളർന്നു വരുന്നുണ്ടെന്നും ഞാൻ ഉറപ്പുവരുത്തുന്നതാണ്. ഈ ഒരു കാഴ്ചപ്പാട്ടിലേക്ക് ആളുകൾ എത്തിച്ചേരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മക്കളെന്ന് പറയുന്നത് ഒരിക്കലും അടിമകളല്ല. നമ്മൾ കീ കൊടുക്കുന്നതനുസരിച്ച് ചിന്തിക്കേണ്ട ആളുകളല്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റി ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് മോശമായിട്ടുള്ള സന്ദേശം കൊടുക്കുന്നത് ശരിക്കും ശാസ്ത്രത്തിനും സമൂഹത്തിനും ഒരുപോലെ തന്നെ അപകടമാണ്. ഇങ്ങനെ ആ വീഡിയോ ചെയ്യുന്നതിലൂടെ അദ്ദേഹം സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെറുപ്പാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചിന്തിക്കുക, ഈ ഹോമോസെക്ഷൽ എന്ന് പറയുന്ന ആളുകൾ ശരിക്കും ഹോമോസെക്ഷൽ ഒന്നുമല്ല, അവരുടെ മാനസികമായിട്ടുള്ള തോന്നലാണെന്നൊക്കെയാണ്. കാരണം അവർ തന്നെ പറയും MITയിലെ പഠനം ഇതാണല്ലോ സൂചിപ്പിക്കുന്നത്. പക്ഷേ MITയിലെ പഠനം എന്താണ് ശരിക്കും സൂചിപ്പിക്കുന്നത്? MITയിലെ പഠനം പറയുന്നത് ഇത് പോളിജീനാണെന്നാണ്. അതായത് ഒരു ജീനല്ല, അനേകം ജീനുകളുടെ ഒരു കോമ്പിനേഷൻ കാരണമാണ് ഈ സെക്ഷുവാലിറ്റി ഉണ്ടാകുന്നത്. ജീനുകൾ മാത്രമല്ല, ആ ഹോർമോണുകളുടെ സെക്രീഷൻ, അതുപോലെ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇടപെടൽ, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ആ വീഡിയോയിൽ തന്നെ അതിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ പ്രചരിപ്പിക്കണമെന്നില്ല, ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക. കൂടുതൽ ആളുകളിൽ നിന്നും വെറുപ്പ് ഒഴിവാക്കാനായിട്ട് ശാസ്ത്രം നമ്മളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.